ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്കും ഇക്കാക്കും മക്കൾക്കൊക്കെ സുഖമാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ എത്തിയിട്ടാണ് നമ്മൾ രാവിലത്തെ കലാപരിപാടികൾ തുടങ്ങി. അപ്പോൾ അത് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. കറി ഗ്രീൻ പീസും ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ അങ്ങനെ ഓരോന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കും പോലെ സാധാരണ വെള്ളം വെക്കില്ല പത്തിരിക്ക്, അതുപോലെ വെച്ചിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി പിന്നെ നല്ല കുഴച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് അഞ്ചുളി പരിപാടിൻ്റെ വീഡിയോ ഒന്നും വരാത്തതെന്ന്. അപ്പോൾ അത് ഉടനെ വരും കേട്ടോ. കാരണം നമുക്ക് ഇക്കാക്കും ഷിബിലിമോൻക്കൊക്കെ ഒഴിവുള്ള ദിവസം എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അഞ്ചുളി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം നമ്മളെ നൂൽപുട്ടൊക്കെ റെഡിയായി പാത്രത്തിലാക്കി കേട്ടോ. ഇനി അത് അങ്ങനെ തട്ടിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഇത് ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചതാണ്. കടുകൊന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതിലോട്ട് കുറച്ച് കടുകും പിന്നെ 2 ചുവന്ന മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേപ്പിൻ്റെ ഇല ഞാൻ ഇടാൻ മറന്നുപോയി. അങ്ങനെ ഗ്രീൻ പീസ് കറിയാണ് റെഡി ആയിട്ടോ. അപ്പോൾ അതങ്ങനെ നേരത്തെ തന്നെ മേലെ അടുക്കളയിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മളെ നൂൽപുട്ട് റെഡിയായി. എന്താണ് അങ്ങനെ കഴിയുണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വരാൻ വേണ്ടി വന്നാട്ടെ മുറ്റത്തേക്ക്. അപ്പോഴാട്ടെ ഒരു പൂച്ച ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട്. ഇത് ഇവിടെ ഇടയ്ക്ക് വരാറുള്ള പൂച്ചയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി ക്ലീനാക്കിയതിന് ശേഷം നൂൽപുട്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചോ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ചായ കുടിച്ചു. ഇക്ക പിന്നെ ആദ്യം തന്നെ ചായ കുടിച്ച് പണിക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ മാത്രം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി. വരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.